പശ്ചിമേഷ്യയിലേക്കാണ് ആദ്യം. ഇസ്രയേൽ അധീനതയിലുള്ള ഗോലൻ കുന്നുകളിലേക്ക് 50-ലേറെ റോക്കറ്റുകൾ ലെബനിൽ നിന്ന് ഹിസ്ബുള്ള തൊടുത്തുവിട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഗസയിൽ നിന്ന് മാറി ലെബനനിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുന്നു. ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായി എന്ന മറ്റൊരു വാർത്തയും നമ്മെ തേടി വരുന്നുണ്ട്. ഈ അവസരത്തിൽ പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധത്തിൻ്റെ കാർമേഘങ്ങളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. യുദ്ധത്തിന്റെ വാർത്തകളുടെ വാഹകനായിട്ടാണ് പി ജെയിംസ് പലപ്പോഴും ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. കാരണം യുദ്ധമുണ്ടാവാത്തൊരു ലോകത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്. പക്ഷേ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഒരുപക്ഷെ സമാധാനത്തിന് വേണ്ടി ഒരു ലോക ജനത മുഴുവൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ ചാനലുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച്, അവിടെ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. യുദ്ധത്തിനെതിരെ ഇപ്പോൾ തന്നെ SKN ലെബനിൽ നിന്ന് ഹെസ്ബുള്ള 50 റോക്കറ്റുകൾ അയച്ചു എന്നത് സംബന്ധിച്ചാണ്. ഗോലാൻ കുന്നുകളിലേക്കാണ്. ഗോലാൻ കുന്നുകൾക്കൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1967 യുദ്ധത്തിലാണ് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത് ഇസ്രായേൽ ആ പ്രദേശങ്ങൾ. ഇപ്പോഴും ഇത് ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. ആകെ അമേരിക്ക മാത്രമേ ഇസ്രായേലിൻ്റെ ഈ ചെയ്തി അംഗീകരിച്ചിട്ടുള്ളൂ. ലോകരാഷ്ട്രങ്ങൾ ഒന്നും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. ഇസ്രായേലിൻ്റെ കുടിയേറ്റക്കാരാണ് അവിടെയുള്ളത്. കൂടുതലായിട്ടുള്ള ഒരു അറബ് വിഭാഗത്തിൽപ്പെട്ടവരും അവിടെയുണ്ട്. കഴിഞ്ഞ തവണയാണ്, ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ്, അവിടുത്തെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മേൽ മിസൈൽ പതിച്ച് നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടത്. അതിന് പിറകെ ഇപ്പോൾ ഗോലാൻ കുന്നുകളിലേക്ക് അറ്റാക്ക് നടന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്ന SKN ഈ ഗസയിൽ കഴിഞ്ഞ 10 മാസമായി ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേൽ അവിടെ ആക്രമണം തുടരുന്നുണ്ട്. പക്ഷെ അവരുടെ ആർമി സൈന്യത്തിൻ്റെ ശ്രദ്ധ ലെബനനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്ന് മാത്രമല്ല, അവരുടെ ആയുധപ്പുരകൾക്ക് ഏതാണ്ട് 80 കിലോമീറ്റർ അതിർത്തിയിൽ നിന്ന് പോയി ഇസ്രായേൽ ബോംബ് ചെയ്തു. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം, ലെബനനിൽ 500-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലി ആക്രമണത്തിൽ. അവരുടെ കമാൻഡർമാർ കൊല്ലപ്പെട്ടു. അതിനെതിരെയുള്ള വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും SKN അതിനിടയിൽ ചെങ്കടലിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. ഹൂതികൾ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഹൂതികൾ വീണ്ടും ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നു. അവരയച്ച 3 പ്രൊജക്ടൈൽസ് അല്ലെങ്കിൽ റോക്കറ്റുകൾ വന്ന് വീണിരിക്കുന്നത് ഒരു ചരക്ക് കപ്പലിലാണ്. വലിയ കേടുപാട് പറ്റി. അതിലെ പവർ പോയി. ആരാണ് അതിൻ്റെ കൺട്രോൾ എന്നറിയില്ല. എന്തായാലും ഒരു ബ്രിട്ടീഷ് ബന്ധമുള്ള UAE-യുമായിട്ട് ബന്ധമുള്ള കപ്പലാണിത്. ആ തരത്തിൽ ചെങ്കടലിൽ, ലെബനനിൽ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. യുദ്ധം കൂടുതൽ ശക്തമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്ക ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്ന SKN. ആന്റണി ബ്ലിങ്കൻ 4 ദിവസത്തെ ട്രിപ്പിൽ ചർച്ചകൾ ഒന്നും വിജയിക്കാതെ പോയതുകൊണ്ട് അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ഖത്തറും ഈജിപ്തും വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നുണ്ട്. ഗസയിൽ ആക്രമണം നടത്തുന്നു ഇസ്രായേൽ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 20-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. SKN പി ജെയിംസേ, അതിനിടയ്ക്ക് വിദേശം അല്ലാത്തൊരു കാര്യം നമ്മുടെ കരൺ അജിത് കുമാർ പറയുകയാണ്. SKN ഗുഡ് മോർണിംഗ്. PPക്ക് ഉണ്ട് കേട്ടോ. ഒരു ന്യൂസ് ചാനലിൽ, ഒരേ ന്യൂസ് ചാനലിൽ തന്നെ ഒരേ സമയം ഫസ്റ്റ് ഞങ്ങളാണ് എന്ന രീതിയിൽ ആദ്യം ഞങ്ങളാ വാർത്ത കൊടുക്കുന്നവർ പറഞ്ഞാൽ ആരെ വിശ്വസിക്കണം? വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ വിശ്വസിക്കണം. അതല്ലേ എൻ്റെ കറക്റ്റ്? പി ജെയിംസ് വീട്ടില്ല, ഇനി ചോദ്യം ചോദിക്കുന്നു വിചാരിച്ചില്ലല്ലേ. പി നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നത്, ഇപ്പോൾ യുക്രൈനിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അവിടെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്യാപിറ്റൽ കീവിൽ അദ്ദേഹം എത്തും. ഒരുപക്ഷെ ഒരു യുദ്ധമുഖത്ത് കുറേ കാലത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നു. അതും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു വേളയിൽ. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുക്രൈനിൽ നിന്ന് വരുന്ന വാർത്തകൾ? SKN ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായ നീക്കമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രി ഇതാ നാടകീയമായിട്ട് അവിടെ ഒരു യാത്ര നടത്താൻ പോകുന്നു ഉക്രൈനിലേക്ക്. കാരണം നേരത്തെ മോസ്കോയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ദിവസം തന്നെ അവിടെ ഉക്രൈനിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ആ സമയത്ത് ഇന്ത്യക്കെതിരെ വിമർശനം വന്നതാണ്. ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ കൂടിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ പോളണ്ടിൽ വിമാനമിറങ്ങിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോളണ്ടിൽ വലിയ സ്വീകരണമൊക്കെ ലഭിച്ചു. അപ്പോൾ അദ്ദേഹം ഉക്രൈനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത്, ഇത് യുദ്ധത്തിനുള്ള സമയമല്ല, യുദ്ധം അവസാനിക്കേണ്ടിയിരിക്കുന്നു. നൽകുന്ന സൂചന ഈ ഉക്രൈൻ യാത്രയിൽ അദ്ദേഹം മധ്യസ്ഥ ശ്രമം കൂടിയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വളരെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്കുള്ള ബന്ധമാണത്. എത്രയോ കാലമായിട്ട് സോവിയറ്റ് യൂണിയനുമായിട്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതലൊക്കെയുള്ള
രാജീവ് ഗാന്ധി ഒക്കെ അടക്കമുള്ളവരായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശവുമായിട്ടാണ് ഉക്രൈൻ സന്ദർശിക്കുന്നതെന്ന വാർത്തകൾ പരക്കുന്നുണ്ട്. ഈ ഒരുപക്ഷെ 2.5 വർഷം നീണ്ട യുദ്ധത്തിനിടയിൽ പലരും ശ്രമിച്ചു, പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല. ചൈനയാണ് ഏറ്റവും ഒടുവിൽ പുതിയ പദ്ധതിയുമായിട്ട് വന്നത്, പക്ഷേ അതിൽ ഉക്രൈൻ വിശ്വസിച്ചില്ല. ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി വിളിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടു കൂട്ടർക്കും ഇന്ത്യയിൽ ഒരു വിശ്വാസമുണ്ടാവുന്നു, ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നടക്കുന്നതൊക്കെ വലിയ തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ്. SKN ഏതാണ്ട് 50ഓളം മിസൈൽ ഡ്രോണുകളാണ് ഉക്രൈൻ സേന മോസ്കോയിലേക്ക് വിട്ടത്. അതിൽ പലതും റഷ്യൻ സേന തകർത്ത് കളഞ്ഞു. റഷ്യയുടെ സേനയെ വെട്ടിമാറ്റിക്കൊണ്ട് ഉക്രൈൻ്റെ സേന 1300 സ്ക്വയർ കിലോമീറ്റർ റഷ്യയിലേക്ക് മുന്നേറിക്കഴിഞ്ഞു. റഷ്യ പോരാടുന്നുണ്ട്, പക്ഷെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. 2 ആഴ്ചയായിട്ട് റഷ്യയുടെ ഉള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സൈനിക ശക്തിക്കുള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ സേന. ഇപ്പോൾ ചൈന പലതവണ ശ്രമിച്ചിട്ട് ഇന്ത്യയുടെ അതിർത്തി വിട്ട് കാര്യമായിട്ടൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല. ആ ഇടയിലാണ് യുക്രൈനെ പോലൊരു ചെറിയ രാജ്യം റഷ്യയിലേക്ക് ഇത്രയും വലിയൊരു മാർച്ച് നടത്തുന്നത്. തിരിച്ച് റഷ്യ കിഴക്കൻ ഉക്രൈനിലെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും റഷ്യക്ക് ഇത് വല്ലാത്ത നാണക്കേടാണ്. ആ സമയത്താണ് ഒരുപക്ഷെ പുട്ടിനും ഒരു മധ്യസ്ഥ വേണമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി SKN പറഞ്ഞ പോലെ അവിടുത്തെ എയർഫോഴ്സ് 1-നെ മറ്റേ അമേരിക്കയുടെ വിമാനത്തെ പോലെ ട്രെയിൻ 1-ലാണ് ട്രെയിൻ ഫോഴ്സ് 1-ലാണ് യാത്ര ചെയ്യുന്ന ആഡംബരമായിട്ട് സജ്ജീകരിച്ച ട്രെയിനാണ്. പണ്ട് ക്രീമിയയിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോയിരുന്ന ഒരു ട്രെയിനാണത്. യുദ്ധം തുടങ്ങിയ ശേഷം അത് പോളണ്ടിൽ നിന്ന് ഉക്രൈനിലേക്ക് യാത്ര ചെയ്യുന്ന ഏറ്റവും VIPസിനെ കൊണ്ടുവന്ന ട്രെയിനാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, മറ്റു പ്രധാനമന്ത്രിമാരടക്കം പലരും യുദ്ധത്തിനിടയിൽ പോയിട്ടുണ്ട്, പക്ഷെ അടുത്ത കാലത്ത് ആരും പോയിട്ടില്ല. അപ്പോൾ യുദ്ധം കീവിലേക്ക് ഒരുപക്ഷെ ബോംബുകൾ വന്നു വീഴുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീവിലെത്താൻ പോകുന്നത്. ഒരുപക്ഷെ മോദി വരുന്നത് പ്രമാണിച്ച് കീവിലേക്കുള്ള അറ്റാക്ക് കുറയ്ക്കുമായിരിക്കാം പുടിൻ. പക്ഷെ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി ഉക്രൈനിലെത്തുന്നത്. SKN ഇനി ബംഗ്ലാദേശിലേക്ക് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കൊലപാതക കുറ്റം അടക്കം 33 കേസുകളാണ് ബംഗ്ലാദേശ് എടുത്തിരിക്കുന്നത്. ഹസീനയുടെ രാജിക്ക് ശേഷം ഉണ്ടായ കലാപത്തിൽ 230 പേർ കൊല്ലപ്പെട്ടു. ബംഗ്ലാദേശിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി PP ജെയിംസ് വീണ്ടും ചേരുന്നു. PP ജെയിംസ്, വേറൊരു കാര്യം, ഞാൻ ഈ PP എന്ന് വിളിച്ചപ്പോൾ പ്രേക്ഷകരും വിളിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ സബീർ മണ്ണാർക്കാടാന്ന് തോന്നുന്നു PP നീട്ടി വിളിച്ചിട്ടുണ്ട്. അല്ല, അതൊരു വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരു പേരാണ്. പക്ഷേ കംപ്ലീറ്റ് ഒരു കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു സൗന്ദര്യാത്മകതയുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ വേറെ ഒന്നും ആലോചിച്ചോളരുത് വാർത്തയിലേക്ക്. SKN ഈ ഷെയ്ഖ് ഹസീന രാജിവെച്ചത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഏതാണ്ട് 15 അല്ലെങ്കിൽ 17 ദിവസം പിന്നിടുമ്പോൾ ഹസീന രാജിവെച്ച ശേഷമുണ്ടായ പ്രക്ഷോഭത്തിലും കലാപത്തിലും 230 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനു മുൻപ് ഏതാണ്ട് 400-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ 650-ൽ ഏറെ പേർ ബംഗ്ലാദേശിലെ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഹസീനയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് 23 കൊലപാതക കേസുകളാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എടുത്തിട്ടുള്ളത്. അവർ ഓഗസ്റ്റ് 5-ന് ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനത്തിൽ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ജയിലിലടച്ച് കൊലപാതക കുറ്റത്തിന് ശിക്ഷിച്ച് ഒരുപക്ഷെ ബൂട്ടോയ്ക്ക് പാകിസ്ഥാനിൽ സംഭവിച്ചതുപോലെ കൊലക്കുറ്റത്തിന് വധശിക്ഷയും ഒക്കെ വരുമായിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്ത്യയിലെത്തി. ഇന്ത്യ വഴിക്ക് ബ്രിട്ടനിൽ പോകാൻ വേണ്ടിയാണ് വന്നത്. ഇന്ത്യ അതിനെ അനുവദിച്ചത്. പക്ഷെ അവർക്ക് ബ്രിട്ടൻ സ്വീകരിച്ചില്ല, അമേരിക്കയിലേക്കുള്ളത് തയ്യാറായില്ല. അപ്പോൾ ഇന്ത്യയിൽ കുടുങ്ങിക്കിടപ്പാണ്. ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഷെയ്ഖ് ഹസീനയെ എന്താ പറയുക, അവർ വാസത്തിലാണ്. എന്തായാലും ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നത് അവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ കെട്ടിടങ്ങളും അടക്കം ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പ്രൊഫസർ മുഹമ്മദ് യൂനിസ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയോട് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നു. എന്തായാലും ഷെയ്ഖ് ഹസീന ഏതായാലും ഇനി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം കൊടുത്തില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വരെ അവർ രാഷ്ട്രീയ അഭയത്തിന് തേടുന്നുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവിടെ താമസിപ്പിക്കുന്നത് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്നത് കൊണ്ടല്ല. സ്വാഭാവികമായിട്ട് അയൽ രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സൗഹൃദ ഹസ്തം മാത്രമാണ്. അതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ നിലപാടുകളിൽ ഇന്ത്യ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SKN ഓക്കെ, താങ്ക് യു PP ജെയിംസ്.